എന്താണ് മാതാപിതാക്കളുടെ യഥാർത്ഥ കടമ? നമ്മോട് ആരെങ്കിലും ചോദിച്ചാൽ നാം പറയും, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരും അവർക്കായി പ്രാർത്ഥിച്ച് ഉരുകിത്തീരുന്നവരുമാണ് നല്ല മാതാപിതാക്കൾ എന്ന്. സ്വന്തം സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് മക്കൾക്കായി സർവ്വതും ത്യാഗം ചെയ്യുന്നവരാണ് ഭൂരിഭാഗം മാതാപിതാക്കളും. എന്നാൽ ഇത്രയേറെ ത്യാഗം സഹിച്ചിട്ടും പല മാതാപിതാക്കളുടെയും വീടുകൾ ഇന്ന് സമാധാനമില്ലാത്ത യുദ്ധക്കളങ്ങളായി മാറുന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? ബൈബിളിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. കുടുംബ തകർച്ചകളുണ്ടായത് മോശം മാതാപിതാക്കളുള്ള വീടുകളിലല്ല, മറിച്ച് നല്ല മാതാപിതാക്കൾ എന്ന് നാം കരുതുന്നവർ ചെയ്ത ഒരു ചെറിയ തെറ്റിൽ നിന്നാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിക്കുന്ന, മക്കൾ തമ്മിലുള്ള സ്നേഹം ഇല്ലാതാക്കുന്ന ആ വലിയ തെറ്റിനെക്കുറിച്ചും അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഞാനിന്ന് സംസാരിക്കുവാൻ പോകുന്നത്. പുതിയ പഠനങ്ങൾ പറയുന്നത് 80% മാതാപിതാക്കളും തങ്ങളുടെ മക്കളിൽ ഒരാളോട് മാത്രം പ്രത്യേകമായ ഒരു ഇഷ്ടം വച്ച് പുലർത്തുന്നുണ്ട് എന്നതാണ്. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല, എനിക്ക് മക്കളെല്ലാവരും ഒരുപോലെയാണ് എന്ന് നാം പുറമെ പറയുമെങ്കിലും പലപ്പോഴും നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഈ ചെറിയ പക്ഷപാതമാണ് കുടുംബത്തിലെ അശാന്തിക്ക് പ്രധാന കാരണം. ഇത് മക്കൾ തമ്മിലുള്ള സ്നേഹത്തെ പാടെ ഇല്ലാതാക്കുന്നു. ബൈബിളിലെ ഇസഹാക്കിനെയും റബേക്കയെയും നോക്കുക. അവർ മോശം മാതാപിതാക്കളായിരുന്നില്ല. 20 വർഷം കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അവർക്ക് ലഭിച്ച മക്കളാണ് ഏശാവും യാക്കോബും. എന്നാൽ ആ കുടുംബത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഉൽപ്പത്തി 25-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നത്, ഇസഹാക്ക് ഏശാവിനെയും റബേക്ക യാക്കോബിനെയും പ്രത്യേകമായി സ്നേഹിച്ചു എന്നതാണ്. ഈ വിവേചനം ആ കുടുംബത്തിൻ്റെ സമാധാനം നശിപ്പിച്ചു. ഇതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടത്. അപ്പൻ്റെ സ്നേഹം ലഭിക്കാതെ വളർന്ന യാക്കോബ് താനൊരു അപ്പനായപ്പോൾ ആ തെറ്റ് തിരുത്തിയോ? ഒരിക്കലുമില്ല. അവൻ തൻ്റെ 12 മക്കളിൽ ജോസഫിനെ മറ്റെല്ലാവരെക്കാളും അധികമായി സ്നേഹിച്ചു. അപ്പൻ തന്നെ അവഗണിച്ചതിൻ്റെ വേദന അനുഭവിച്ച അതേ യാക്കോബ് തൻ്റെ മറ്റു മക്കളെ അവഗണിച്ച് ജോസഫിനെ മാത്രം സ്നേഹിച്ചു. ഇതാണ് തലമുറകളായി കൈമാറപ്പെടുന്ന ആ മുറിവ്. നിങ്ങൾ ഒരു മകനെ അല്ലെങ്കിൽ മകളെ അമിതമായി സ്നേഹിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരെ മറ്റുള്ളവരുടെ വെറുപ്പിന് പാത്രമാക്കുകയാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം. നമുക്ക് ഒരാളോട് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സ്വഭാവത്തോട് പ്രത്യേക ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ്. നാം മനുഷ്യരായതുകൊണ്ട് അതൊരു പാപമല്ല. എന്നാൽ ആ തോന്നലിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് പാപമാകുന്നത്. കേക്ക് മുറിക്കുമ്പോഴോ ഉടുപ്പെടുക്കുമ്പോഴോ മക്കളെ ശകാരിക്കുമ്പോഴോ അവിടെ നീതി പാലിക്കപ്പെടണം. അതാണ് മാതാപിതാക്കളുടെ കടമ. അവനെ കണ്ടു പഠിക്ക്, അവൾക്കുള്ള ബുദ്ധി നിനക്കില്ലല്ലോ തുടങ്ങിയ വാക്കുകൾ മാതാപിതാക്കളായ നാം ഓരോരുത്തരും നമ്മുടെ നാവിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം. നിങ്ങളുടെ മക്കൾ വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയെ നാം ഓരോരുത്തരും ആഘോഷിക്കുക. യേശു കർത്താവിന് പത്രോസിനോടും യോഹന്നാനോടും പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. എന്നാൽ കാൽ കഴുകിയപ്പോൾ തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസിൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും കാൽ യേശു കർത്താവ് കഴുകി. സ്നേഹം എല്ലാവർക്കും ഒരേ അളവിൽ നൽകുക. ഉത്തരവാദിത്തങ്ങൾ അവരുടെ കഴിവിനനുസരിച്ച് ക്രമീകരിച്ച് നൽകുക. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ മക്കൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം വലിയ ബാങ്ക് ബാലൻസോ വീടോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ കാലശേഷം പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന സഹോദരങ്ങളെ അവർക്ക് സമ്മാനിക്കുക എന്നതാണ്. മാതാപിതാക്കളെ, നാം ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെറുമൊരു അറിവല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ ആഴത്തിലുള്ള മുറിവുകൾ ഉണക്കുവാനുള്ള ഒരു വഴിയാണ്. മക്കൾക്ക് വേണ്ടി ഉരുകിത്തീരുന്ന മാതാപിതാക്കളാണ് നാമെന്ന് നമുക്കറിയാം.
എന്നാൽ നമ്മുടെ അറിയാത്ത നീക്കങ്ങൾ അവർക്കിടയിൽ വലിയ വിടവുകൾ സൃഷ്ടിച്ചിട്ടുണ്ടാകാം. ഇപ്പോൾ നമുക്ക് അല്പസമയം കണ്ണുകൾ അടച്ച് നമ്മുടെ ഓരോ മക്കളുടെയും പേരെടുത്ത് ഓർക്കാം. അവരോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ നിധിയായ ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അറിയാതെയെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ട പക്ഷപാതങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. എല്ലാവരും എനിക്ക് ഒരുപോലെയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുമ്പോഴും ഞങ്ങളുടെ വാക്കിലും നോട്ടത്തിലും ചിലപ്പോഴെങ്കിലും ഞങ്ങൾ കാണിച്ച മുൻഗണനകൾ ഞങ്ങളുടെ മക്കളുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അപ്പാ, ഇസഹാക്കിനെയും റബേക്കയും പോലെ സ്നേഹത്തിൻ്റെ പേരിൽ മക്കളെ വിഭജിച്ചു നിർത്താൻ ഞങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. യാക്കോബ് അനുഭവിച്ച അതേ അവഗണനയുടെ വേദന അവൻ തൻ്റെ മക്കൾക്ക് കൈമാറിയതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച മുറിവുകൾ ഞങ്ങളുടെ മക്കളിലേക്കും ഞങ്ങൾ പകർന്നു നൽകുന്നുണ്ടോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ആ തലമുറയുടെ വേദന ഇന്ന് ഇവിടെ ഈ നിമിഷം അവസാനിക്കട്ടെ. കർത്താവെ, താരതമ്യപ്പെടുത്തലുകൾ കൊണ്ട് ഞങ്ങൾ തളർത്തിക്കളഞ്ഞ ഞങ്ങളുടെ മകൻ്റെയോ മകളുടെ ഹൃദയം അങ്ങ് സുഖപ്പെടുത്തണമേ. അവരുടെ ആത്മവിശ്വാസം തകർക്കുന്നതിന് കാരണമായി ഞങ്ങളുടെ നാവിൽ നിന്ന് മുതിർന്ന എല്ലാ വാക്കുകളും, കർത്താവെ, ആ വാക്കുകൾ ഏൽപ്പിച്ച മുറിവുകൾ അവിടുന്ന് ഉണക്കണമേ. യേശുവെ, അങ്ങ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയപ്പോൾ അങ്ങയെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നവനെ പോലും അങ്ങ് ഒഴിവാക്കിയില്ലല്ലോ. ആ വലിയ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലും നിറയ്ക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ഭക്ഷണം നൽകുമ്പോഴും വസ്ത്രം വാങ്ങുമ്പോഴും അവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകുമ്പോഴും നീതിയോടെ പെരുമാറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സ്നേഹം ഒരു മകനെ മറ്റുള്ളവരുടെ വെറുപ്പിന് പാത്രമാക്കാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധാലുക്കളാകട്ടെ. പിതാവേ, ഞങ്ങൾ അവർക്കായി കരുതി വയ്ക്കുന്ന ലോകപരമായ സ്വത്തുക്കളെ ഒന്നുമല്ല അവരുടെ യഥാർത്ഥ സമ്പാദ്യമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ ഈ ലോകത്തു നിന്ന് പോയി കഴിഞ്ഞാലും പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന നല്ല സഹോദരങ്ങളായി ഞങ്ങളുടെ മക്കളെ അങ്ങ് മാറ്റണമേ. അവർക്കിടയിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ പാലം പണിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഇനി ശേഷമുള്ള കാലം സമാധാനമുള്ള സ്നേഹമുള്ള ഒരു കുടുംബമായി മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ വഴി നല്ലൊരു തലമുറ ഇവിടെ വളർന്നു വരട്ടെ. സകല വേദനകളും ഉണക്കുന്ന യേശു കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വാഴട്ടെ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിലൊരു മാറ്റം കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മക്കളെ ഇന്ന് ഒന്നുകൂടി ചേർത്ത് പിടിക്കുക. അവർക്കിടയിൽ സ്നേഹത്തിൻ്റെ പുതിയൊരു അധ്യായം തുടങ്ങുക. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.